മക്കളെ, കൈകൾ നെഞ്ചത്ത് വെക്കുക. ഓൺലൈനിലുള്ളവർ കൈ നെഞ്ചത്ത് വെക്കുക. ഈശോനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവിന്റെ അടിപ്പിടേണ്ട വൈദ്യാഘാതം ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവസിച്ചുകൊണ്ട് ആന്തരികവും ബാഹ്യവുമായ സൗഖ്യം നൽകുന്ന ദൈവിക നിമിഷങ്ങൾക്കായി ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിനെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈ ആൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മാർഗരോഗങ്ങള്, തീരവേദികള്, ജീവദുരിതങ്ങള്, ഉച്ച മുതല് ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളും പേശികളും സത്യബന്ധങ്ങളും മാംസപേശികളും രക്തഞരമ്പുകളും ആന്തരിക കോശങ്ങളും എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധനയിലൂടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും ശാരീരിക രോഗങ്ങളുടെ മേലും കർത്താവ് ആധിപത്യം പ്രഖ്യാപിക്കുന്ന സമയമാണ്. എന്റെ രോഗങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും. ഒന്നിലേറെ രോഗങ്ങളുടെ കൈ മാറ്റി മാറ്റി വെച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ കണ്ണ നിന്നെ ആവശിക്കുന്ന സമയമാണ്. ആ മാതാവിന്റെ കൃപാസനാക്കുന്ന ഓരോ സൗഖ്യവും മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിന്റെ സ്വർഗീയ അടയാളമാണെന്നുള്ള ബോധ്യത്തിൽ ശ്രദ്ധിക്കട്ടെ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവേ, ഞാൻ ഈ വർഷങ്ങളെ അടുപ്പിച്ചിട്ടുള്ള എല്ലാ ജീവവേലികളെയും ആരാധന നീ ഓർക്കണമേ. എന്റെ കർത്താവെ, ഇവിടുന്ന് ആശ്വാസം പ്രാപിച്ചു പോയിട്ടുള്ളവരെ, ഇവിടുന്ന് വിശുദ്ധീകരിച്ചു പോയിട്ടുള്ളവരെ കർത്താവെ, ഞങ്ങളുടെ സ്വർഗീയ ആസ്തികളെ കർത്താവെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവെ, നിന്റെ വിശുദ്ധ രക്തം കർത്താവെ ഇപ്പോൾ ഓൺലൈനിലും തീർത്ഥാടനത്തിലും പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ചിരത്തിലേക്ക് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വശങ്ങള്, പെൻസുകള്, ഞരമ്പുകള്, ഓട്ടിസം രോഗങ്ങള്, അത് അപസ്മ രോഗങ്ങള്, ആർഎസ്എസ് രോഗങ്ങള്, PCOD രോഗങ്ങള്, കർത്താവേ, വാതരോഗങ്ങള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവര്, ഈശോയെ, ഗർഭത്തിൽ മക്കൾ മരിച്ചു പോകുന്ന അവസ്ഥയുള്ള ഉദരങ്ങൾക്ക് വിശുദ്ധമായ രക്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന കോശകോശങ്ങൾ കഴുകണമേ. ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരെ, ഹൃദയത്തെ അസുഖങ്ങളെ, ഗുരുതരമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ അങ്ങിപ്പോൾ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ ആണിപ്പഴുതാണെന്ന് പറഞ്ഞു കിടത്താൽ ഹൃദയത്തെയും കരളിനെ സ്പർശിക്കണമേ. കർത്താവെ, പാങ്കരിയാസിൽ സ്പർശിക്കണമേ, തൈരോഡിനെ സ്പർശിക്കണമേ, കോൺലോസിൽ സ്പർശിക്കണമേ. എല്ലാ കെട്ടുകള്, എല്ലാ പേശികള്, എല്ലാ കുടലുകള്, എല്ലാ ആമാശയങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് സൗഖ്യപ്പെടട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മക്കളെ, കൈ നെഞ്ചത്ത് പിടച്ചു വെക്കുക. ജോലിയില്ലാത്തവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, പഠനത്തിന്റെ പരീക്ഷകൾ എഴുതിയിട്ട് ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ഇപ്പോൾ നെഞ്ചത്ത് വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പലതരം വിസ പ്രോസസ്സിങ്ങിനുള്ള ഇരിക്കുന്നവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഭവനരഹിതർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ജോലിക്ക് തടസ്സമുള്ളവര്, ഓഫീസിൽ പ്രോബ്ലം ഉള്ളവര്, അന്യദേശങ്ങളിൽ ജയിലിലായിരിക്കുന്നവര്, അന്യദേശം നിങ്ങളെക്കുറിച്ച് കേസുകളുള്ളവര് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മാതാവിന്റെ മധ്യസ്ഥത്തിൽ ഞാൻ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ യോഗ്യതയല്ല,
അമ്മ ഈ വിഷയം ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്നു. മക്കൾ എന്ത് അവസ്ഥയിലായാലും അമ്മയാവുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആശ്വാസം നൽകുന്ന ഈ നിമിഷങ്ങളിൽ അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ അവരുടെ പാപങ്ങളെ അങ്ങ് അവഗണിച്ചുകൊണ്ട് അവരുടെ കണ്ണുനീരിന് അങ്ങ് ഓർത്തുകൊണ്ട് ഈ നിമിഷം അവർ സ്പർശിക്കണം പ്രാർത്ഥിക്കാൻ. അവർ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കാൻ അവരിപ്പോൾ അനുഭവിക്കുന്ന സങ്കടങ്ങളിലും ജീവിത ദുർഘടങ്ങളിലും യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ പൂർണ്ണമായി മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും മാറിക്കൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മകളെ സന്തോഷത്തിന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈശോയുടെ തിരുസേനയിൽ കൈകൾ കണ്ണം നിറഞ്ഞുകൊണ്ട് കർത്താവിന്റെ തിരുസേനയെ സമർപ്പിക്കട്ടെ. നിന്റെ അനുഗ്രഹത്തിന്റെ സമയമാണിത്. നിനക്ക് വേണ്ടി മാത്രം സ്വർഗം തുറക്കുന്ന സമയം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഒരുമിച്ചെല്ലാവരും കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ വലതുകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ മക്കൾ അങ്ങയുടെ ദൃശ്യത്തിന് ഉടമ്പടികളും പ്രാർത്ഥനകളും അങ്ങ് ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര് അവരുടെ ജോലി, വീട്, വിവാഹം, മക്കളില്ലാത്ത അവസ്ഥകള്, ജീവിതത്തിൽ സാമ്പത്തിക കടങ്ങള്, ജപ്തി നടപടികള്, സ്ഥലം വിൽക്കാനുള്ളവർ, സ്ഥലം വാങ്ങാനുള്ളൊരു വീടില്ലാത്തവര്, എല്ലാ മക്കൾ തൊഴിലുറപ്പിൽ പോയവര്, തെറ്റായ പ്രണയബന്ധം കുരുങ്ങിപ്പോയവര്, കേസിൽ അകപ്പെട്ടിരിക്കുന്നവര്, യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങള് അഴിഞ്ഞു മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. പിതാവേ, മഹത്വം. കണ്ണുകളടച്ച് മൗനമായി വീണ്ടും പ്രാർത്ഥിക്കുക. ഉടമ്പടി വിഷയങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവർ പ്രാർത്ഥിക്കുക. അച്ഛന് വേണ്ടി കൃപാസനത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൃപാസനം വന്നിറങ്ങുന്നവരെല്ലാം അപകടമില്ലാതെ പോകാൻ, സ്വസ്ഥവും സമാധാനം സുരക്ഷിതമായിട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇയാഴ്ചത്തെ യാത്രകൾ, നിങ്ങളുടെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സംരംഭങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടുന്ന വ്യക്തികളെ, ഇടപെടുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. എഴുതുന്ന പരീക്ഷകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. പഠിക്കുന്ന വിഷയങ്ങള്, പ്രമാണങ്ങൾ, പട്ടയങ്ങള്, എന്തെല്ലാം വിഷയങ്ങളിൽ നിന്ന് അപേക്ഷകൾ പൂരിപ്പിക്കുന്നവോ അതെല്ലാം പരിശുദ്ധാത്മം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വ്യത്യസ്തങ്ങളായ ഡേറ്റുകൾ, നിങ്ങൾ കാത്തിരിക്കുന്ന ഡേറ്റുകൾ, ചെയ്യാൻ പോകുന്ന ഡേറ്റുകൾ, യാത്രയുടെ ഡേറ്റുകൾ, സമയത്തിന്റെ അധിപതിയായ മാതാവിന്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി സമർപ്പിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ.